സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. പാലക്കാട് ചൂട് 40 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. കണ്ണൂരിൽ 37.9 ഡിഗ്രിയും കൊച്ചിയിൽ 36.3 ഡിഗ്രിയും തിരുവനന്തപുരത്ത് 36.2 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. അക്ഷയ കൃഷ്ണാനന്ദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരം നൽകും. അക്ഷയ, താപനില 40 ഡിഗ്രി കടക്കുകയാണ്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്? ചൂട് ഇനിയും കൂടാനാണോ സാധ്യത? ചൂട് ഇനിയും ഉയരാനാണോ സാധ്യത എന്നുള്ള ചോദ്യത്തിന് 18-ാം തീയതി, അതായത് ശനിയാഴ്ച വരെയുള്ള ഡാറ്റകളാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് തന്നിരിക്കുന്നത്. അതായത് 18 വരെ 40 ഡിഗ്രി ചൂടായിരിക്കും പാലക്കാട് ജില്ലയിൽ. ഏറ്റവും ഉയർന്ന താപനില എന്ന് പറയുന്നത് 40 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇതുപ്രകാരം ഈ കാലാവസ്ഥയുടെ ചൂട് ഉയരുന്നതോടൊപ്പം തന്നെ UV ഇൻഡെക്സ്, അതായത് അൾട്രാ വയലറ്റ് രശ്മികളും ഉയരുന്നുണ്ട്. ഈ സൂര്യനിൽ നിന്നുള്ള സൂര്യപ്രകാശത്തിൽ നിന്നുള്ള വികിരണത്തിന്റെ തോത് കൂടുന്നുണ്ട്. അത്തരത്തിൽ കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളെല്ലാം തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സുരക്ഷാ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള ചൂട് ഏൽക്കരുത്. അതുപോലെ തന്നെ ആ സമയങ്ങളിൽ പുറത്തിറങ്ങരുത്. കൃത്യമായി തന്നെ ദാഹം തോന്നിയില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ സമയങ്ങളിലൊന്നും തന്നെ മഴ മുന്നറിയിപ്പൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ തോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ചൂട് ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ 12 ജില്ലകളിൽ, അതായത് ഇടുക്കി, വയനാട് ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും തന്നെ സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്, യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ചൂട് ഉയർന്നു നിൽക്കുന്നത് ഈർപ്പമുള്ള അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാഹചര്യമുണ്ടെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. UV ഇൻഡെക്സ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ചൂടും ഉയരുകയാണ്. കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്തായാലും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2010-ലാണ് ഇതിനു മുൻപ് 40 ഡിഗ്രി പാലക്കാട് കഴിഞ്ഞതെന്നുള്ളതാണ് നമ്മൾക്ക് SDMAയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം. എന്തായാലും കഴിഞ്ഞ 3 വർഷങ്ങളിനിടെയായി 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് പാലക്കാട് എത്തുന്നുണ്ട്. ഇത് ശനിയാഴ്ച വരെയുള്ള കണക്കുകളാണ്. അതിനുശേഷമായിരിക്കും മറ്റ് കണക്കുകൾ പുറത്തു വരിക. നൗഫൽ.